ബാബുവിന്റെ 5 വർഷത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് പരിശോധിക്കുന്നു. ഇതിന്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, മുൻ മന്ത്രി കെ ബാബുവിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഇന്ന് വിജിലൻസ് പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, മുൻ മന്ത്രി കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമാണ് നിയമസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകിയത്. കെ ബാബു നിയമസഭാംഗമായിരുന്ന 25 വർഷക്കാലം നിയമസഭാംഗം എന്ന നിലയിൽ കൈപ്പറ്റിയ ശമ്പളത്തിന്റെ വിവരങ്ങൾ അതാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുവഴി ബാബുവിന്റെ യഥാർത്ഥ വരുമാനം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് വിജിലൻസ് കണക്കുകൂട്ടുന്നത്. നിയമസഭാംഗം എന്ന നിലയ്ക്കുള്ള വരുമാനം മാത്രമായിരുന്നു കഴിഞ്ഞ 25 വർഷക്കാലം ബാബുവിനുണ്ടായിരുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ ഉള്ളതായിട്ട് വ്യക്തതയില്ല. പക്ഷേ ഈ നിയമസഭാംഗം എന്ന നിലയിൽ ലഭിച്ച വരുമാനം കൃത്യമായി അറിയണം എന്നുണ്ട് വിജിലൻസ് വിഭാഗത്തിന്. ഈ വരുമാനത്തിൽ അധികം സമ്പാദ്യം ബാബുവിനുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമപരമായുള്ള വരുമാനം അത് നിയമപരമായി തന്നെ നിയമസഭാ സെക്രട്ടറിയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് വിജിലൻസ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ വിജിലൻസ് മറ്റൊരു നടപടികളിലേക്കും കൂടെ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ആദായ നികുതി റിട്ടേണിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട ആദായ നികുതി വകുപ്പിന് വിജിലൻസ് കത്ത് നൽകിയിരിക്കുകയാണ്. ബാബു സ്വയം സമർപ്പിച്ച റിട്ടേണുകൾ അത് സ്വന്തം സ്വത്തും സ്വന്തം ആസ്തിയും സംബന്ധിച്ച് സമ്മതിക്കുന്ന സ്വയം ഒപ്പിട്ട് നൽകിയ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന്റെ കൈവശമുണ്ട്. അത് ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കുന്ന റിട്ടേണുകളാണ്. ആ റിട്ടേണുകളുടെ പകർപ്പും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് ചുരുക്കത്തിൽ യഥാർത്ഥ വരുമാനം അറിയുക, ഒപ്പം തന്നെ ബാബു തന്നെ സമ്മതിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളും തമ്മിൽ ഒത്തുനോക്കുക എന്നുള്ളതാണ് വിജിലൻസിന്റെ ലക്ഷ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിജിലൻസിന്റെ സ്പെഷ്യൽ ടീം നടത്തി വരുന്ന അന്വേഷണം കൂടുതൽ മുറുകുകയാണ്. കടുത്ത നടപടികളിലേക്ക് വിജിലൻസ് കടക്കുന്നു. അതായത് സാലി, വളരെ പഴുതടച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണ ഫലത്തെയുള്ള നീക്കങ്ങൾ എന്ന് തന്നെ പറയാനാകും ഈ ഘട്ടത്തിൽ. അതായത് 25 വർഷത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടിയാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ലോക്കറിൽ കെ ബാബുവിൻ്റെ ഭാര്യ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട് എന്ന വാർത്തകൾ പുറത്തെത്തുന്നു. ബിനാമികളുമായി ബന്ധപ്പെട്ട് 123 ഏക്കർ തേനിയിൽ ഉള്ള കണ്ടെത്തലുകൾ, ഇതൊക്കെ നിയമപരമായി കൂടി പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ കോടതിയിലേക്ക് എത്തിയാൽ ആ പ്രോസിക്യൂഷൻ ഘട്ടത്തിൽ പോലും സഹായകമായേക്കാവുന്ന നിർണായകമായ നീക്കമാണ് ഈ 25 വർഷത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി വിജിലൻസ് ശേഖരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള നീക്കങ്ങളല്ലേ വിജിലൻസിൻ്റെത്? അജിംഷാദ്, തീർച്ചയായും ബാബുവിന് അംഗീകരിക്കപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷക്കാലം നിയമസഭാ അംഗം എന്ന നിലയിൽ നിയമസഭയിൽ നിന്ന് ലഭിച്ച മാസ ശമ്പളം മാത്രമാണ്. അത് കൃത്യമായി കണക്കുണ്ട്. പക്ഷേ അതിലധികം സ്വത്ത് ബാബു ആർജിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി തെളിവോടുകൂടി വിജിലൻസ് വിഭാഗം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബാബു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആദായ നികുതി വകുപ്പിന് കൊടുത്ത കണക്കുകളിലും ഇതിലധികം സ്വത്ത് ആർജിച്ചതായി വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം രേഖാമൂലം സമ്പാദിക്കുക, അത് പിന്നീട് ഒരു സമയത്ത് കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമ്പോൾ ഒക്കെ നിയമപരമായി നിലനിൽക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. ബാബുവിന്റെ പേരിൽ മാത്രമല്ല, ബാബുവിന്റെ ബിനാമികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ഇപ്പോൾ വളരെ ശക്തിയായി തന്നെ വിജിലൻസിന്റെ സ്പെഷ്യൽ ടീം പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ നന്ദകുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. നന്ദകുമാർ ദീർഘകാലം ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു ഫിനാൻസ് സ്ഥാപനം, ഒരു ചിട്ടി കമ്പനി നടത്തുന്നുണ്ട്. ആ ചിട്ടി കമ്പനി നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുള്ള ആളായിരുന്നില്ല നന്ദകുമാർ. വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും മനസ്സിലായത് അയാൾക്ക് പ്രതിമാസം 40,000 രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ഒരു ജോലിയാണ് ഉണ്ടായിരുന്നത്. ആ വരുമാനം വെച്ച് വലിയൊരു ചിട്ടി കമ്പനി നടത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നന്ദകുമാറിന്റെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്ന വരുമാനവുമായി പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നന്ദകുമാർ അടക്കമുള്ളവർ ബാബുവിന്റെ ബിനാമികൾ ആണ് എന്ന നിഗമനത്തിലാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ബാബുവിന്റെ സ്വന്തം പേരിലുള്ള സ്വത്തുക്കളുടെ കണക്കുകളും വിജിലൻസ് ശേഖരിക്കുന്നു. ചുരുക്കത്തിൽ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് വിജിലൻസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇത് കോടതിയിൽ തെളിയിക്കേണ്ടി വന്നാൽ തെളിയിക്കുന്നതിനാവശ്യമായ എല്ലാ രേഖകളും സമ്പാദിച്ചുകൊണ്ട് തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണ് വിജിലൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബാബുവിന്റെ വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച രേഖകളും ബാങ്കുകളിൽ നിന്ന് ശേഖരിച്ച രേഖകളുമൊക്കെ വളരെ ആധികാരികമായി പരിശോധിച്ചു വരികയാണ് വിജിലൻസ്. അതിന് തെളിവ് കൂട്ടിയോജിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ശ്രമങ്ങളും വിജിലൻസ് നടത്തി വരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിയമസഭയിൽ നിന്നുള്ള രേഖകളും ആദായ നികുതി വകുപ്പിന്റെ സമർപ്പിച്ച റിട്ടേണുകളുടെ പകർപ്പും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.